മോദിയെ വെല്ലുവിളിച്ച് ബി.ജെ.പി. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ കോലാഹലം രൂക്ഷമാകുമ്പോൾ കോൺഗ്രസ് നേതാവ് സ്വന്തം വിശ്വാസ്യതയെ ശരിക്കും വിലമതിക്കുന്നതിനാൽ യോഗ്യതയില്ലാത്ത വോട്ടർമാരുടെ പേരുകൾ സമർപ്പിക്കാൻ ബി.ജെ.പി. വെല്ലുവിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ വിശകലനം ഉദ്ധരിച്ച് ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള കൂട്ടുകെട്ട് വഴി തെരഞ്ഞെടുപ്പുകളിൽ വലിയ ക്രിമിനൽ തട്ടിപ്പ് നടന്നതായി രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു. കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ 3 സംസ്ഥാനങ്ങളിലെങ്കിലും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പിന്നീട് അവകാശപ്പെട്ടു. രാഹുൽ ഗാന്ധി സ്വന്തം വിശ്വാസ്യതയെ വിലമതിക്കുന്നുണ്ടെങ്കിൽ 1960-ലെ വോട്ടർ രജിസ്ട്രേഷൻ നിയമങ്ങളിലെ റൂൾ 20 ക്ലോസ് 3 ക്ലോസ് ബി പ്രകാരം വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അയോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ അദ്ദേഹം സത്യപ്രതിജ്ഞ പ്രകാരം സമർപ്പിക്കണമെന്ന് ബി.ജെ.പി. നേതാവ് അമിത് മാളവ്യ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ കേസിലെന്ന് വ്യക്തമാകും. കൂടാതെ വസ്തുതകൾ വളച്ചൊടിക്കുക, പൊതുജന മനസ്സിൽ സംശയം വിതയ്ക്കുക, സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ രാഷ്ട്രീയ നാടകങ്ങളിൽ ഏർപ്പെടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അത്തരം പെരുമാറ്റം അശ്രദ്ധവും നമ്മുടെ ജനാധിപത്യത്തിന് ആഴത്തിൽ ദോഷകരവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിയോട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ തെറ്റായി ഉൾപ്പെടുത്തിയതോ ആണെന്ന് അവകാശപ്പെടുന്ന അവരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഒപ്പിട്ട ഒരു പ്രഖ്യാപനം എന്നിവ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും കോൺഗ്രസ് നേതാവിനോട് തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പ്രഖ്യാപനം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി നിയമങ്ങൾ അനുസരിച്ച് ഒരു പ്രഖ്യാപനം സമർപ്പിക്കണം, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നിരുന്നാലും ഒരു പ്രഖ്യാപനത്തിലും ഒപ്പിടില്ലെന്ന് ഗാന്ധി വ്യക്തമാക്കി. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് ഞാൻ ഇതിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നുഴഞ്ഞുകയറ്റക്കാരോട് കോൺഗ്രസിന് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ലെന്ന ചോദ്യവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും രംഗത്തെത്തിയിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് പുതിയ ഐഡന്റിറ്റി നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സർക്കാരിനെതിരെ വിമർശനമുയർത്തിയും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനും രാഹുൽ ഗാന്ധി നാറിയ പ്രവർത്തികളാണ് കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഗൗരവ് ഗൊഗോയ് അടുത്തിടെ നുഴഞ്ഞുകയറ്റക്കാരെയും ആസാമികൾ എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥലം നൽകണം. കാരണം ഞങ്ങളുടെ വീട്ടിൽ അവർക്ക് സ്ഥാനമില്ല. ആസാമികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ആസാമികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് എങ്ങനെ ഈ സൗകര്യങ്ങൾ നൽകാൻ കഴിയും? ഗൊഗോയ്ക്ക് അവരെക്കുറിച്ച് ഇത്രയധികം ആശങ്കയുണ്ടെങ്കിൽ ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് അയക്കണം. സർക്കാർ ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായ ഒഴിപ്പിക്കൽ നടപടി തുടരുക തന്നെ ചെയ്യും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വരും. എന്നിട്ടും കുടിയൊഴിപ്പിക്കൽ തുടരും. ആരും വിഷമിച്ചിട്ട് കാര്യമില്ലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.